അങ്ങനെ ഞങ്ങള് ആഗ്രഹിച്ച് കാത്തിരുന്ന സ്ഥലത്തെത്താൻ ഇനി കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഒരിടത്തിലുമല്ല, നമ്മുടെ കൊല്ലൂർ മൂകാംബികയിലേക്കാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇവിടെ ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നത് ഉണ്ണിക്കുട്ടനെ എഴുത്തിനെത്താനായിരുന്നു. അന്ന് നമ്മുടെ വീട് പണിയും നടക്കുന്നുണ്ടായിരുന്നു. ദേവിയുടെ മുമ്പിൽ ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട് പണി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ദേവിനെ കാണാൻ വീണ്ടും വരും. ഇന്നിപ്പോ വീട്ടിൽ കയറി താമസിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. നമുക്ക് ഇവിടെ വരെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ച പോലെ ദേവിയും കൂടി വിചാരിക്കണം എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. ഞങ്ങൾ റൂമിലെത്തി വേഗം തന്നെ ഫ്രഷായി ദേവിനെ കാണാൻ പോവാട്ടോ. ഇവിടെ നല്ല തിരക്കാണ്, റൂം കിട്ടാൻ നല്ല പാടായിരുന്നു. രാവിലെ ഞങ്ങൾക്ക് ഫ്രഷ് ആവാൻ മാത്രമായിട്ടാണ് കേട്ടോ റൂം കിട്ടിയിരുന്നത്. പിന്നെ ദേവിനെ കണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് അധികം അന്വേഷിച്ച് നടന്നതിന് ശേഷം കേട്ടോ റൂം കിട്ടിയത്. കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റൂം അത്യാവശ്യമായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ അഞ്ജലിയുടെ ഹസ്ബൻഡും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട്, നമ്മുടെ പാറുവിന്റെ ചിലങ്ക ഇവിടെ ഒന്ന് പൂജിക്കണം. എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ ഉള്ളിൽ കയറി അന്വേഷിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ചിലങ്കയും കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുൻപ് 2 പ്രാവശ്യം വന്നപ്പോഴും നമുക്ക് ഇത്രയധികം തിരക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം വല്ലാത്ത തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. ഈ വെക്കേഷൻ അവസാനിക്കാനായത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ ദേവിക്ക് ചാർത്താനുള്ള തട്ടവും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം നേരം ക്യൂല് നിൽക്കേണ്ട തന്നു. നല്ല ചൂടായിരുന്നു. നമ്മളവിടെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെയും മഴയായിരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചു. റെയിൻകോട്ടൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോഴാണ് നമുക്ക് ശ്രീവേലിക്കുള്ള സമയമായി. പുറത്തുനിന്ന് നമ്മൾ ദേവീനെ ആദ്യം തന്നെ കണ്ടു കേട്ടോ. ഉണ്ണിക്കുട്ടനെ ദേവിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ. പാറുവിനാണെങ്കിൽ ഉഷ്ണിച്ചിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കണത്. വേറെ ഒന്നല്ല, കുറേ നേരമായി നമ്മൾ ക്യൂവിൽ നിൽക്കണതേ. അതുകൊണ്ട് തന്നെ പാറു വയ്യാണ്ടായേക്കണം. അങ്ങനെ തൊഴുത് ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങി. പാറുവിന്റെ ചിലങ്ക നമുക്ക് പൂജിച്ച് കിട്ടിയിട്ടോ. ചിലങ്ക കെട്ടിയിട്ട് തന്നെ അവിടെ വെച്ച് പാറുവിനെ കൊണ്ട് 2 സ്റ്റെപ്പ് കളിപ്പിച്ചു കേട്ടോ. നമ്മള് ചിലങ്ക പൂജിക്കാൻ കൊടുത്തപ്പോൾ അവിടുത്തെ ശാന്തി എനിക്ക് പാറുവിന്റെ കൈമ കിടക്കുന്ന പച്ച കുപ്പിവെള്ളയില്ലേ, അത് എനിക്ക് അവിടുന്ന് തന്നതാണ്. അതും പാറുവിന്റെ കറക്റ്റ് അളവിനായിരുന്നു കേട്ടോ. പിന്നെ പാറു മുടിയിൽ വെച്ചിട്ടുള്ള മഞ്ഞപ്പൂ ഉണ്ടല്ലോ, അതും ദേവിക്ക് ചാർത്തിയതാട്ടോ. അതും അവിടുന്ന് കിട്ടിയതാ. അങ്ങനെ ദേവിയുടെ പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ ഇനി റൂമിൽ പോവാട്ടോ.